നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രാർത്ഥിച്ച് ഞാനൊരു സൂപ്പർ ഹീറോ ആകും. പിന്നെ പഠിത്തമൊക്കെ എന്തിനെ പോലെ ആയിരിക്കും. ഇവിടെ നിന്ന് 2 വരി കഴിഞ്ഞല്ല എപ്പോഴും. പക്ഷെ എന്തിനും ആചാര്യസ്വാമിയെ കണ്ടുകിട്ടിയല്ലേ പറ്റൂ. മുറിയിലൊന്ന് നോക്കാം. അപ്പൊ ഈ കൃഷ്ണസ്വാമിയാണല്ലേ അമ്മയുടെ ആചാര്യസ്വാമി. അതുകൊണ്ടാ എനിക്ക് കിട്ടാതിരിക്കാൻ ഒളിപ്പിച്ചു വെച്ചത്. അച്ചു, നീ ഇവിടെ എന്തെടുക്ക അച്ചു? ഞാൻ എവിടെയല്ല നോക്കി നിന്നെ. ഞാനിവിടെ വെറുതെ. അതെന്താ നിന്റെ കയ്യില്? ചോദിച്ചത് കേട്ടില്ലേ? അത് എന്താ ഇവിടെ? ഞാനേ അച്ചുവിനെ കാണാഞ്ഞു വന്നതാ. നോക്കിയപ്പോഴേ ഇവിടെ എന്തോ ഒരു പണി ഒപ്പിക്കുക കക്ഷി. എന്താ ചുട്ട പ്രശ്നം? ഒന്നുമില്ലെന്നേ, ഈ അമ്മ വെറുതെ പറയുവാ. വെറുതെ ഒന്നുമല്ല, അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്. പ്രസാദേട്ടനൊന്ന് നോക്കിക്കേ. എന്താ മോനെ കയ്യില്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നോക്ക് പ്രസാദേട്ടാ. എന്തോ ഉണ്ട്, കാണിക്ക്. ഇല്ലെന്നേ. ആരതിയാണല്ലോ. പരീക്ഷയ്ക്ക് പോയതല്ലേ, എന്തായോ എന്തോ. താൻ തന്നെ ചോദിക്കേ. ആ ഹലോ മോളെ, വല്യേച്ചിയാ. ഞാൻ എത്ര തവണ ചേച്ചി വിളിച്ചു, എവിടെയായിരുന്നു ഫോണ്? അയ്യോ, അത് അപ്പുറത്ത് ചാർജിലിട്ടിരിക്കുകയായിരുന്നു. എന്തായി, എക്സാം കഴിഞ്ഞോ? എളുപ്പമായിരുന്നു എല്ലാം? നൂൽപാലത്തിലൂടെയുള്ള യാത്രയായിരുന്നു. റിസൾട്ട് വരുമ്പോ അറിയാൻ തോക്കോ ജയിക്കുമെന്ന്. ഹാ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ജയിച്ചില്ലെങ്കിലാ എന്റെ കയ്യിന്ന് വാങ്ങിക്കുന്നത്. നല്ല അടി കിട്ടിയാലേ നീ നന്നാവൂ. അടി കിട്ടിയാ നന്നാവുമെങ്കിലേ ഇവിടെ ചിലരുണ്ട്. വരുമ്പോ 2 കൊടുത്തു നോക്ക് വല്യേച്ചി. മുരളിയായിരിക്കും നീ കുത്തുന്നത്. ഒന്നുമില്ലെങ്കിലും നിന്റെ കൂടെ കൂട്ടുവന്നവനല്ലേ. ആ നന്ദി കാണിക്കണ്ടേടി നീ. ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കാണിച്ചാ ഒരുപാട് കാണിക്കേണ്ടി വരും വല്യേച്ചി. ആ, തൽക്കാലം എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് കാണാം. ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി വരും അങ്ങോട്ട്. ഓഹോ, അപ്പോ ഇത്രയുള്ള വിശേഷങ്ങള്. ആ, ബാക്കി നേരിൽ കാണുമ്പോ പറയാം. ഫോൺ വിളിച്ചാ ദാദി 2 വാക്ക് കഴിഞ്ഞു. കാര്യം അറിഞ്ഞില്ലേ, അതുപോലെ തനിക്ക്. ആ ദേ പ്രസാദേട്ടാ, ഇവനെ വെറുതെ വിടല്ലേ. എന്താ കയ്യിലെന്ന് നോക്കി. വാടാ ചൂടെ. അവന്റെ കയ്യിൽ എന്താന്ന് നോക്ക്. ഒന്നുമില്ലെന്നേ, ഞാൻ അമ്മയെ വെറുതെ ഫൂളാക്കാൻ കൈ പുറകിൽ പിടിച്ചതാ. എടാ നിന്റെ ഞാൻ അച്ഛടാ. എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ. എന്നാ വായിക്കണോ? കേക്കട്ടെ. കഴിഞ്ഞ 2-3 ആഴ്ചക്കിടയിൽ 4 രാധമാരാണ് കൈമലിന്റെ അടുത്ത് സ്വർണം പണയം വെക്കാൻ ചെന്നത്. അതില് ആദ്യത്തെ ആള് കുറുവാക്കുന്നിൽ രാധമ്മ രാജൻ, വയസ്സ് 45.
ചെറിയൊരു മുട്ടുക്കമ്മലും പൊട്ടിപ്പോയൊരു അരഞ്ഞാണമാണ് പണയം വെച്ചേക്കണത്. അരഞ്ഞാണോ? അതെ സാർ, സംഗതി മുക്കാപ്പവന് വരൂ. ബാക്കി ചരടിക്കെട്ടി ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് വെച്ചേക്കാണ്. പിന്നെ എന്റെ ഒരു ഊഹമാണ് ഞാൻ പറയണത്. നിർത്ത. 45 വയസ്സുള്ള രാധയുടെ കാര്യം ആർക്ക് കേൾക്കണം? ബാക്കി വായിക്കുതാൻ. രണ്ടാമത്തെ ആൾ ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്, 70 വയസ്സ്. മൂന്നാമത്തെ രാധ ഇൻഷുറൻസ് ഏജന്റാണ്, അതും വയസ്സ് 45 ഒന്ന് നിർത്തോ. നിർത്തി സാർ. നാലാമത്തെ രാധ കഴിഞ്ഞ ആഴ്ച വണ്ടി ഇടിച്ച് മരിച്ച രാധമ്മ പൗലോസാണ്. അത് ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു 43 വയസ്സ് കാണും. ഇന്റർ കാസ്റ്റ് മാരേജാണ്. എന്തോടോ മനുഷ്യനെ വിധിയാക്കണം. എവിടെയോ കിടക്കുന്നവര് അരഞ്ഞാണം പണയം വെച്ച കഥ കേൾക്കാൻ ഇരിക്കുന്നവനാണോ ഞാൻ? വീട് വീട് മേഘ, അവൻ ചത്തുപോകും. നീ എന്തായി കാണിച്ചത്? അല്ല, ഇവൻ എന്താ വിചാരിച്ചത്? സാറല്ലേ പറഞ്ഞത് ആ രാമപുരക്കാരൻ മണ്ണെടുത്ത് സ്വർണ്ണം പണയം പറ്റ എല്ലാ രാധാമാരെ കുറിച്ചും അന്വേഷിക്കാൻ. ഞാനല്ലേ ഇതിലെവിടെയാടാ എന്റെ രാധ? 40-50 വയസ്സുണ്ടോ അവൾക്ക്? അയ്യോ, ആ രാധ എന്താ? അങ്ങനെ രാധ അവിടെ ഇല്ല. ഞാൻ വിചാരിച്ച മറ്റെന്തെങ്കിലും കാര്യത്തിന് ലിസ്റ്റ് എടുത്തായിരിക്കുമെന്ന്. മിണ്ടരുത് മരപ്പൊട്ടൻ. മണിച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മേഘ. രാധ സ്വന്തം പേരില് സ്വർണം പണയം വയ്ക്കില്ല എന്ന് ഉറപ്പാ. അവൾക്ക് വേറെ പേര് കാണുമെന്ന് ഉറപ്പാ. എന്തായാലും നിനക്ക് വലിയ കഷ്ടകാലോ മേഘ. അതല്ലേ നീ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ അബദ്ധത്തിൽ ചെന്ന് കലാശിക്കുന്നത്. അല്ലെങ്കിൽ 3 മാസത്തിനകം നിന്റെ താലികെട്ട് നടക്കുമെന്ന് ജ്യോത്സ്യം പറഞ്ഞതല്ലേ? ഇതുവരെ ശരിയായില്ലല്ലോ. ഒന്നും ശരിയാവില്ല, എല്ലാം തട്ടിപ്പ്, വെറും തട്ടിപ്പ്. അങ്ങനല്ല, മറ്റെന്തോ കുഴപ്പം വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ തന്നെ വിളിച്ച് ഒന്ന് പ്രശ്നം വയ്പ്പിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് എന്റെ രാധയെ മാത്രം കിട്ടണം. എന്താ നടക്കോ? നമുക്ക് നോക്കാം. ആദ്യം ജ്യോത്സ്യനെ വിളിക്കാൻ നീ ഒന്ന് സമ്മതിച്ചാ മതി. സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, രാധ എന്റെ കൈവെള്ളയിൽ കിട്ടണം. അത് കിട്ടിയേ പറ്റൂ. കിട്ടും, കിട്ടിയിരിക്കും, ഉറപ്പാ. നിനക്ക് എന്നെ വിശ്വസിക്കാം. എനിക്കും കഷ്ടകാരമാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ രാധയെ തീർച്ചയായും കണ്ടുപിടിക്കും മേഘനാഥ. അത് പക്ഷേ നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മാത്രം. എന്നിട്ട് വേണം എനിക്ക് അവളുടെ ശവദാഹം നടത്താൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.